9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ നമ്പർ 6ഉമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 4, എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The length of the sides of both must be the same. How should the wire be cut? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് 3.5 meter ലെങ്ത് ഉള്ള ഒരു വയർ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി മാറ്റി, ഒന്നുകൊണ്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി, രണ്ടാമത്തെ പീസ് കൊണ്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈ സ്ക്വയറിൻ്റെയും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡ് ലെങ്ത്തുകൾ ഈക്വൽ ആയിരിക്കണം. എങ്കിൽ ആ വയർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് 2 പീസാക്കി മാറ്റുമ്പോൾ 2 പീസിൻ്റെയും ലെങ്ത് എത്ര വേണമെന്നാണ് ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് ഒരു വയറുണ്ട്. ഈ വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 3.5 meter ആണ്. ഓക്കെ, ഈ വയർ 2 പീസാക്കി മാറ്റിയിട്ട് ഒരു പീസ് കൊണ്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി, രണ്ടാമത്തെ പീസ് കൊണ്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈ സ്ക്വയറിൻ്റെയും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡ് ലെങ്ത് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൈഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ സൈഡ് ലെങ്ത്തും എക്സ് ആയിരിക്കും, ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത്തും എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത വയറിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ പെരിമീറ്റർ ആണല്ലോ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, അതായത് 4x. അതുപോലെ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എടുത്ത വയറിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഇതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും, അതായത് 3x. അപ്പോൾ ഈ 4xും 3xും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 3.5 meter കിട്ടണം. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത് ഈ സ്ക്വയർ ഉണ്ടാക്കാൻ എത്ര വയർ യൂസ് ചെയ്തു, ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര വയർ യൂസ് ചെയ്തു, അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വയർ കട്ട് ചെയ്യേണ്ടത്, അതായത് ഇത് രണ്ടിനും യൂസ് ചെയ്ത ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യുമ്പം 4x + 3x is equal to 3.5 meter. ഇവിടെ നമ്മൾ മീറ്റർ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെസിമൽ വാല്യൂ ഒക്കെ ആയിരിക്കും സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സെൻറ്റിമീറ്റർക്ക് കൺവേർട്ട് ചെയ്യാം. 3.5 meter എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 350 centimeter ആണ്. സോ 4x + 3x is equal to 350 centimeter. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 7x കിട്ടും. 7x is equal to 350. x is equal to 350 divided by 7, that is equal to 50. അതായത് ഇതിൻ്റെ സൈഡുകളുടെ ലെങ്ത് എത്രയാണ്? 50 centimeter ആണ്. ഇനി നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഈ വയർ കട്ട് ചെയ്യേണ്ടത് എന്നാണ്. അതായത് ഈ സ്ക്വയർ ഉണ്ടാക്കാൻ എത്ര ലെങ്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ലെങ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് വയർ യൂസ്ഡ് ഫോർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 4x. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 × എക്സിൻ്റെ വാല്യൂ 50, ദാറ്റ് ഇസ് ഈക്വൽ ടു 200 centimeter. അതായത് 2 meter സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്തു. ഇനി ലെങ്ത് ഓഫ് വയർ യൂസ്ഡ് ഫോർ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എത്രയാണ്? 3x ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 × എക്സിൻ്റെ വാല്യൂ 50, 150 centimeter. ദാറ്റ് ഇസ് ഈക്വൽ ടു 1.5 meter. അപ്പോൾ ഈ വയർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്? 2 meterഉം 1.5 meterഉം ആയിട്ടാണ് ഈ ഒരു വയറിനെ കട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ എ ക്ലാസ് ദർ ആർ 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലാസ്സിൽ ഗേൾസിൻ്റെ എണ്ണം ബോയ്സിനേക്കാളും 4 കൂടുതലാണ്. ഒരു ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയപ്പം ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ 2x ആണ്. എങ്കിൽ ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണം അറിയൂലല്ലോ. അപ്പോൾ ഒന്ന് എക്സും അടുത്തത് വൈയും ആക്കിയെടുക്കാം. സോ ലെറ്റ് ഗേൾസിൻ്റെ എണ്ണം എക്സും
ബോയ്സിൻ്റെ എണ്ണം വൈയും ആക്കിയെടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. There are 4 more girls than boys. ഗേൾസിൻ്റെ എണ്ണം എന്താണ്? ബോയ്സിനേക്കാളും 4 കൂടുതലാണ്. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് വൈ. ഒരു ഇക്വേഷനായി. ഇനി രണ്ടാമത് തന്നിട്ടുള്ളത് എന്താണ്? വൺ ഡേ വെൻ ഓൺലി 8 boys were absent. 8 ബോയ്സ് ആബ്സെൻ്റ് ആയപ്പം ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഡബിൾ ആണെന്ന്. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ഡബിൾ ആണ്. എന്തിൻ്റെ? ആ ആബ്സെൻ്റ് ആയപ്പം ബോയ്സിൻ്റെ എണ്ണം എന്തായിരിക്കും? ഒറിജിനൽ എണ്ണത്തിനേക്കാളും 8 കുറവാണല്ലോ. അപ്പോൾ y മൈനസ് 8. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ തന്നിട്ടുള്ളത്. ഇനി ഇതിന്ന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഇക്വേഷനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്നുണ്ടല്ലോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ പൊസിഷനിൽ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2 എന്തായി മാറും? ഈ എക്സിൻ്റെ പൊസിഷനിൽ 4 പ്ലസ് വൈ ഈക്വൽ ടു 2 ഇൻറ്റു വൈ മൈനസ് 8. സോ 4 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു വൈ 2y മൈനസ് 2 ഇൻറ്റു 8 16 മൈനസ് 16. ഇനി ഈ മൈനസ് 16 ലെഫ്റ്റിക്ക് കൊണ്ടുവന്നാൽ എന്തായി മാറും? പ്ലസ് 16 ആയി മാറും. അതുപോലെ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2y ഉണ്ട്. ഈ പ്ലസ് വൈനെ റൈറ്റിക്ക് കൊണ്ടുപോകുമ്പം മൈനസ് വൈ ആയി മാറും. സോ 4 പ്ലസ് 16 എന്ന് പറയുമ്പം 20 ഈക്വൽ ടു 2y എന്നൊരു y പോയി കഴിഞ്ഞാൽ y. സോ y ഈസ് ഈക്വൽ ടു 20. അതായത് ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? 20 ആണ്. ഇനി ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ എക്സ് കണ്ടുപിടിക്കാൻ. സോ എക്സ് ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷനിൽ 4 പ്ലസ് വൈയുടെ വാല്യൂ 20. സോ ഈസ് ഈക്വൽ ടു 24. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം 24. Therefore girls is equal to 24 and boys is equal to 20. Next question, page number 11, question number 6. A fraction simplified after adding 1 to its numerator becomes 1/3. If instead 1 is added to the denominator and then simplified, it becomes 1/4. What is the fraction? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫ്രാക്ഷനിൻ്റെ ന്യൂമറേറ്ററിലേക്ക് 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ 1/3 കിട്ടും. അതിന് പകരം അതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1/4 കിട്ടും. ഫ്രാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രാക്ഷൻ ആകുമ്പോൾ ന്യൂമറേറ്ററും ഉണ്ടാവും ഡിനോമിനേറ്ററും ഉണ്ടാവും. രണ്ടും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ നമ്പറിനെ എങ്ങനെ എടുക്കാം? ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു x/y എന്നെടുക്കാം. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യണം. ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ്? ഇതിൻ്റെ ന്യൂമറേറ്ററിലേക്ക് 1 ആഡ് ചെയ്താൽ, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എക്സിലേക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ എന്തായി മാറും? 1/3 ആയി മാറും. ഇനി രണ്ടാമത് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അതിൻ്റെ ഡിനോമിനേറ്ററിലേക്കാണ് 1 ആഡ് ചെയ്യുന്നത് എങ്കിൽ, അതായത് y+1 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ എന്തായി മാറും? 1/4 ആയി മാറും. ഇനി ഈ രണ്ട് ഇക്വേഷനകത്തുനിന്നും എക്സിൻ്റെയും വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷന് കിട്ടും. ഇതിനെ നമുക്ക് ലീനിയർ ഫോമിലാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ 3നെ ലെഫ്റ്റിക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. 3 ഇൻറ്റു x+1 ഈസ് ഈക്വൽ ടു വൈനെ റൈറ്റിക്ക് കൊണ്ടുപോകുമ്പം ഇൻറ്റു വൈ ആയി മാറും. 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു വൈ. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു 1 3 is equal to y, or y is equal to 3x plus 3. ഫസ്റ്റത്തെ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനെ അതേപോലെ നമുക്ക് ലീനിയർ ഫോമിലേക്ക് മാറ്റിയെടുക്കാം. സോ 4 ഇൻറ്റു എക്സ് 4x is equal to y+1 ഇൻറ്റു 1 y+1. ദിസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് നോക്കൂ, y is equal to 3x plus 3 എന്നുണ്ടല്ലോ. ഇതിന്ന് 3x plus 3നെ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എക്സിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ ആയി കിട്ടും. എന്നിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി.
അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യുക, ഇൻ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്തായി മാറും, 4x is equal to ഈ വൈയുടെ പൊസിഷനിൽ ഈ 3x plus 3 കൊടുക്കുക, 3x plus 3 plus 1. സോ 4x, ഇനി ഈ 3xനെ ലെഫ്റ്റിക്ക് കൊണ്ടുവന്നാൽ -3x is equal to 3 plus 1 is equal to 4. 4x നിന്ന് 3x പോയാൽ 1x is equal to 4. സോ x is equal to 4. അതായത് ന്യൂമറേറ്റർ നമുക്ക് കിട്ടി 4. ഇനി ഡിനോമിനേറ്റർ കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ടല്ലോ y is equal to, ഇതിനകത്ത് എക്സിൻ്റെ പൊസിഷനിൽ 4 കൊടുത്താൽ മതി. സോ y is equal to 3 ഇൻറ്റു എക്സിൻ്റെ പൊസിഷനിൽ 4 പ്ലസ് 3 ഇൻറ്റു 4 12 plus 3 is equal to 15. Therefore fraction എന്തായിരിക്കും, fraction is equal to xന്റെ വാല്യൂ 4, yയുടെ വാല്യൂ 15, 4/15.